ഇൻക്വിലാബ് സിന്ദാബാദ് ഇൻക്വിലാബ് സിന്ദാബാദ് കേരളനാട് നടുങ്ങുന്നു ഇൻക്വിലാബ് സിന്ദാബാദ് ഇൻക്വിലാബ് സിന്ദാബാദ് ഇൻക്വിലാബ് സിന്ദാബാദ് ഇൻക്വിലാബ് സിന്ദാബാദ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ബാറുകളിൽ ഓരോ ബാറുകൾക്കും വിവിധ പദവികൾ നിശ്ചയിച്ചുകൊണ്ട് നിലവാരമില്ലാത്ത ബാറുകൾ എന്ന മുദ്രകുത്തി 418 ബാറുകൾ UDF ഗവൺമെൻറ് പൂട്ടിയിട്ടു. 300-ൽ പരം ബാറുകൾ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തു. പ്രവർത്തിക്കാൻ അനുമതി കൊടുത്ത ബാറുകൾ പലതും നിലവാരമില്ലാത്ത ബാറുകളാണെന്നും ആ ബാറുകൾക്ക് അനുമതി കൊടുക്കുന്നതിൻ്റെ പേരിൽ വൻതോതിൽ കോഴ വാങ്ങിയിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായം ഇതിൻ്റെ കൂടെ ഉണ്ട്. എക്സൈസ് നിയമവകുപ്പ് സെക്രട്ടറിയുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും കുറിപ്പൊന്നും പോരാ. നിയമവകുപ്പിൻ്റെ മന്ത്രി ഈ ക്യാബിനറ്റ് തീരുമാനമെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്യാബിനറ്റ് യോഗം ഈ KM മാണിയെ പോയിട്ട് കാണാം. അങ്ങനെയാണ് KM മാണിയുടെ അടുത്ത് പോയി ഇങ്ങനെ 1 കോടി രൂപ KM മാണി നേരത്തെ ക്യാബിനറ്റ് നിരാകരിച്ച തീരുമാനം മുമ്പിൽ ഈ കൈക്കൂലി കഥ ബാർ ഉടമസ്ഥ സംഘത്തിൻ്റെ പ്രസിഡന്റ് വെളിപ്പെടുത്തി KM മാണിക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. ഇത് വെളിപ്പെടുത്തുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സോമോട്ടോ ാണ് ബാർ ഉടമസ്ഥ സംഘത്തിന്റെ പ്രസിഡന്റ് വെളിപ്പെടുത്തിയത്. വിജിലൻസ് വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള 19 വകുപ്പിൽ ഒരു DYSPക്കാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള ഒരു ഓഫീസർ, ഡെസിഗ്നേറ്റഡ് ഓഫീസർ. ഒരു DYSP ഒരു പോലീസ് സ്റ്റേഷനായി കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരത്തോടു കൂടി എന്ന് പറയുന്ന IAS-കാരനെ സർവീസ് സസ്പെൻഡ് ചെയ്തു. കൈക്കൂലി വാങ്ങിയ മന്ത്രിയെ